വിനോദേ ചോദിക്കട്ടെ, ഹണിമൂണൊക്കെ കഴിഞ്ഞാ? ഹണിമൂൺ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങള് ചിറാപുഞ്ചിയിലാണ് ഹണിമൂൺ. ഈ വണ്ടിയും കൊണ്ട് ഓ മിക്കവാറും ചിറ പുഞ്ചി. അല്ല, ചിറാപുഞ്ചി പോവാൻ ഞങ്ങൾ. പിന്നെ കാശുള്ള വീട്ടിലായിരുന്നേ? കുഴപ്പമില്ല, ശരിക്കുണ്ട്. സ്ത്രീധനമൊക്കെ മേടിച്ച് ശരിക്കും സ്വർണ്ണമൊക്കെ ശരിക്കും കിട്ടി കാണുമല്ലേ? എന്തിനാ സ്വർണം? ഇവിടെ തന്നെ എന്റെ സ്വർണ്ണം കട്ടിയല്ലേ. എന്ത് എന്ത് ചിരിക്കണേ? പറയ, എന്ത് ചിരിക്കണ? ശരി ചിരിക്കാൻ കാര്യം പറ. 20 വർഷം മുമ്പേ എനിക്ക് ഇതുപോലെ ഒരു സ്വർണ്ണ കട്ടി കിട്ടി. ഇപ്പൊ വീട്ടിലിപ്പോണ്ട് ഒരു പട്ടിക്കും വേണ്ടാതെ. മാമാ ഓ മാമോ, ഓ ഇത് ഊരാൻ പറ്റണില്ല മാമാ. ഊരാൻ പറ്റില്ലടാ. ഒരു കാര്യം ചെയ്, എന്നാ നിന്റെ അച്ഛൻ അടിയിലോട്ടിട്ടൊന്ന് പിടി. ചോദിക്കട്ടെ, പിന്നെ 365. പിന്നെ മാമ, ഞങ്ങളുടെ അമ്മയും വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലാവർക്കും ഭയങ്കര ഈശ്വര വിശ്വാസമുണ്ട്. ചേച്ചി ഞാൻ എപ്പോഴും കാണുന്നത്, എപ്പോഴും 24 മണിക്കൂർ. അതെ, കല്യാണം കഴിച്ചിട്ട് 4 ദിവസമായി. പക്ഷെ ഇന്നാണ് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ഫിക്സ് ചെയ്തിരിക്കുന്ന ദിവസം. ഇല്ല, ഇന്ന് രാത്രി 8:30 മണിക്ക്. 8:30 മണിക്ക്? വല്ല കുഴപ്പമുണ്ടോ വണ്ടിക്ക്? ഒത്തിരി കുഴപ്പമുണ്ടാവാ, കുറച്ച് സമയം എടുക്കും. ഊരാൻ പറ്റണില്ല, അതാണ്. ഊരാൻ പറ്റില്ലേ? എന്നാ കൊച്ചച്ഛൻ അടിയിലോട്ട് പിടി. ഇത്തിരി പണിയുണ്ടെന്നാ പറയുന്നത്. അയ്യോ, അത് പറ്റില്ല, എനിക്ക് 8:30 മണിക്ക് വീട്ടിൽ എത്തണം. 8:30 മണിക്ക് വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞ സംഭവം അവന്റെ അഴുപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10:30 മണിയെങ്കിലും. അത് പറ്റില്ല, ശാന്തി മുഹൂർത്തം 8:30 മണിക്കാണ്. എടാ, ശാന്തി മുഹൂർത്തം തന്നെ ഈ വണ്ടി ശരിയാക്കില്ലേ നിനക്ക് വീട്ടിൽ പോകൂ. മാമ, എനിക്ക് ഇന്നെന്റെ ജീവിതം തുടങ്ങേണ്ട ദിവസം. നിങ്ങൾ നീ ഇത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറ. മേശരി എങ്ങനെ ശരിയാക്കി താ. മേശരി എന്ത് ചെയ്യും? നമുക്ക് ഒരു കാര്യം, നമ്മൾ അപ്പുറത്ത് ഒരു ലോഡ്ജ് ഉണ്ട്. നീ അവിടെ പോയി റൂം എടുത്ത് 8:30 മണിക്ക് ശാന്തി മുഹൂർത്തം നടക്കട്ടെ. അത് കഴിഞ്ഞ് നീ ഒരു 10:30 മണിക്ക് ഒരു വണ്ടി ശരിയാക്കാൻ വെച്ചേക്കാം. അല്ല, ഈ ലോഡ്ജിലൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നത്. എനിക്ക് അറിയാവുന്ന ലോഡ്ജ്, സൂപ്പർ ലോഡ്ജ്, സൂട്ട് റൂം ഉണ്ട്. ചെല്ലു നീ. അതേത് ലോഡ്ജ്? വിഷ്ണു ലോഡ്ജ്. വിഷ്ണു ലോഡ്ജ് പോവല്ലേ, അവിടെ പോവല്ലേ. ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ട് എന്നെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ച് ഞാൻ ഓടി ഓടി പിന്നെ ശാരദ വക്കീലിനടുത്ത് നിന്നിട്ടാണ് ഞാൻ എന്റെ മനുഷ്യ, ആരെങ്കിലും പോയി വിഷ്ണു ലോഡ്ജിൽ റൂം എടുക്കോ. സ്വാതി ലോഡ്ജാണ് ബെസ്റ്റ്. എന്റെ ജീവിതം പോയി. എനിക്ക് ആത്മഹത്യ ചെയ്യണം. നീ അങ്ങനെ കരുതി ഞാൻ പറഞ്ഞു തരാം. ഇല്ല, എനിക്ക് ആത്മഹത്യ ചെയ്യണം. പറയുന്നേക്ക്. എടാ, കുടുംബ ജീവിതം എന്ന് പറഞ്ഞു ഇരുചക്ര വാഹനം പോലെ. അതിന്റെ മുമ്പിലത്തെ പേര് ഭാര്യയും പുറകിലത്തെ പേര് ഭർത്താവും. ഇതിലേതെങ്കിലും ഒന്ന് പഞ്ചറായ കുടുംബം കോഞ്ഞാട്ടയോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ആണുങ്ങൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എപ്പോഴും നമ്മൾ സ്റ്റെപ്പിന് കൂടെ കരുതിയേക്കണം.